ഭയം വെടിഞ്ഞ് എതിരാളിക്കൊരു പോരാളിയാവാൻ കോൺസ്റ്റബിൾ മഞ്ജു മെയ് 6 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30. ഞാൻ പറയത്തില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഇല്ല, പറയത്തില്ല. ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇന്ത്യൻ പോലീസ് സർവീസിന്റെ മോട്ടോ എന്താണ്? ഇപ്പൊ ഓട്ടം വെച്ചു കൊടുത്താലോ എന്നാണ്. ഇതൊന്നും പുറത്തു വരരുത്. എല്ലാത്തിനും ഇങ്ങനെ ക്ലൂ തന്ന പോയിന്റ് അതൊന്നും പറഞ്ഞില്ല. കോൺസ്റ്റബിൾ പരീക്ഷയില്ല. സെക്ഷൻ 302 അത് എപ്പോഴും കേൾക്കുന്ന സെക്ഷനാണ്. എനിക്ക് കോൾ ചെയ്യാൻ പറ്റുമോ? കോളൊന്നുമില്ല, ഫോൺ ഫ്രണ്ട്. ഇവര് മറ്റേ നമ്മളെ പറ്റിക്കാണ്, മറ്റേ ഇങ്ങനെ ഉടക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അതിൻ്റെ അകത്ത് ഭയങ്കര കള്ളത്തരൊക്കെ കാണിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ തന്നെ ആയിരിക്കും സീരിയലും അല്ലേ? ഞങ്ങൾക്ക് മനസ്സിലായി. ആൾക്കാർ കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്, കാണാതിരിക്കാൻ വേണ്ടിട്ടല്ല. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു 1-2 ദിവസങ്ങളിലാണ് സീരിയൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ 4 ദിവസമായി, 5 ദിവസമായി, ഇപ്പൊ 7 ദിവസം സീരിയൽ. പ്രേക്ഷകർക്ക് ഒരു ദിവസം പോലും വിശ്രമം കൊടുക്കത്തില്ല. വലിയ റൊമാൻറ്റിക് ലവ് സ്റ്റോറി തന്നെയാണ്. ചാനലും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ കേൾക്കട്ടെ. നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ മെയ് 6 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 സംപ്രേഷണം ചെയ്യാൻ ആരംഭിക്കുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സ്വാതി ആൻഡ് ജോൺ. സ്വാഗതം. ഹലോ. ഓക്കെ, നമ്മൾ ഈ എന്താ പറയുക, എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കണ്ടുവരുന്നതാണ്, ഒരു രാത്രി ഒരു 7 മണി തുടങ്ങിയ പിന്നെ അങ്ങോട്ട് അമ്മയും പപ്പയും എല്ലാവരും ടി വിയുടെ മുമ്പിലാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അമ്മമാർ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ അതിശയിച്ചു പോകാറുണ്ട്. പണ്ടൊക്കെ എൻ്റെ അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന പപ്പയാണ്. ഇപ്പോൾ പപ്പ ഉൾപ്പെടെയാണ് എല്ലാ സീരിയലും കാണുന്നത്. കാരണം അത്രത്തോളം എന്താ പറയുക, കണ്ടന്റും ക്വാളിറ്റിയും ഒക്കെ മെച്ചപ്പെട്ടിട്ടാണ് ഇപ്പം നമ്മളുടെ സീരിയലുകൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിലേക്കാണ് ഇപ്പം നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജു വരാൻ പോകുന്നത്. അപ്പം ഈ കോൺസ്റ്റബിൾ മഞ്ജു എന്നുള്ളൊരു സീരിയൽ മറ്റുള്ള സീരിയലുകളിൽ എങ്ങനെയാണ് വ്യത്യസ്തപ്പെടാൻ പോകുന്നത്? ഈ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സ്ത്രീകൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന അതൊക്കെ മാറ്റി സ്നേഹയുടെ പപ്പയ്ക്ക് ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്ന നല്ല കുറെ കണ്ടന്റ് കോൺസ്റ്റബിൾ മഞ്ജുവിലുണ്ട്. മെയ് 6 തീയതി മുതൽ സ്നേഹയുടെ പപ്പയോട് കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജുവായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സ്വാതിയുണ്ട് കൂടെ. എന്താണ് നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജു ക്യാരക്ടറിനെ പറ്റി പറയൂ. ക്യാരക്ടറിനെ പറ്റി പറഞ്ഞാൽ മഞ്ജു ഒരു പാവം പിടിച്ച പേടിയുള്ള ഒരു പോലീസുകാരിയാണ്. അതാണ് മെയിൻ തീം എന്ന് പറയുന്നത്. പേടിയാണ് മഞ്ജുവിന് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഒരു റീസൺ കാരണം മഞ്ജുവിന് എല്ലാ കാര്യത്തിനും പേടിയാണ്. അപ്പോ പേടിയുള്ളൊരു പോലീസുകാരി, അത്രേ പറയാൻ പറ്റൂ. ഇന്ന് ഞാൻ പറയൂല. പ്രൊമോയിലും പോസ്റ്റേഴ്സിലും എല്ലാം അതാണ് റിവീൽ ചെയ്യാൻ, അതാണ് നമ്മുടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. ഇപ്പൊ ഈവൻ പോസ്റ്ററിലാണെങ്കിലും ഗിരി എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. ഗിരി മഞ്ജുവിനെ പേടിപ്പിച്ച് നിർത്തിയേക്കുന്ന ഒരു കഥാപാത്രമാണ്. മഞ്ജു വളരെ പേടിച്ച് ഒരു യാദൃശികമായിട്ട്, അതായത് ഒരു താല്പര്യമില്ലാത്ത പോലീസുകാരിയായ ഒരു കോൺസ്റ്റബിളും സാഹചര്യം കൊണ്ട് ഒരു റൗഡിയായി പോയ ഒരു ഗുണ്ട. പക്ഷെ ഈ ഗുണ്ട ഭയങ്കര ഇന്നസെന്റ് ആൻഡ് എന്താ പറയുക, ഭയങ്കര പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഗുണ്ടയാണെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞല്ലോ. അതെ, കാരണം അത് വേറെ നേരായ കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കുകയും അതിനുവേണ്ടി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇദ്ദേഹത്തെ വേറെ കുറച്ച് ആളുകളൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതും ഗിരി അറിയാതെ പോകുന്നുണ്ട്. അതൊക്കെയാണ് വരുന്ന നന്മപരമായിട്ടുള്ളൊരു ഗുണ്ടയാണല്ലേ. ഓക്കെ, ഈ സ്വാതി എങ്ങനെയാണ് നമ്മുടെ ആ ഒരു പോലീസിന്റെ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്? കാരണം ഭയങ്കര ഇത്രയും പാവമായിട്ടുള്ളത് ഞാൻ ഇങ്ങനെ അറിഞ്ഞു, ഭയങ്കര പാവമാണ്, പക്ഷെ ഇൻട്രോവേർട്ട് ആണ്, കുറെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ആളാണ്. സ്റ്റേജിൽ പോലും അധികം കയറി അച്ഛൻ തള്ളി വിടണമല്ലോ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് പോലീസ് ഓഫീസർ? മഞ്ജു പാവമാണ്, സ്വാതി പാവമൊന്നുമല്ല. ക്യാരക്ടർ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, ട്രോമയാണ്. ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഒരു ട്രോമ കാരണം പേടിയിലോട്ട് അതാവുന്നതാണ്. എല്ലാ കാര്യത്തിലും പേടിയാണ് മഞ്ജുവിന്. സ്വാതിയായിട്ട് സിമിലാരിറ്റി ഒന്നും മഞ്ജുവിനില്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. മുൻപത്തെ സ്വാതിയായിട്ട് മേ ബി ഉണ്ടായിരിക്കും, ഇപ്പോഴത്തെ സ്വാതിയായിട്ടില്ല. ഇപ്പൊ നമ്മളെല്ലാ സീരിയലും നോർമലി കണ്ടുവരുന്നത് മറ്റേ കണ്ണുനീര്, അല്ലെങ്കിൽ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ, അമ്മായിമ്മ പോര് ഒക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു കോൺസ്റ്റബിൾ മഞ്ജു വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
ഇതിൻ്റെ സ്റ്റോറി ലൈൻ തന്നെയാണ്. അതായത് ഒരു വലിയൊരു ക്യാൻവാസിൽ ഒരുപാട് ബേസിക്കലി ഞങ്ങൾ ഈ പ്രൊമോഷനിൽ പ്രൊമോഷന് വരാൻ തന്നെ ഉള്ള കാരണം ഇപ്പം മെയ് 6 മുതൽ ഇത് കണ്ടു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഈ പ്രേക്ഷകർക്ക് ശരിക്കും ഇതിൻ്റെ ആ ബാക്ക് സ്റ്റോറീസ് കണക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അത് ഒരു കാര്യം ഉറപ്പുള്ളതെന്ന് പറഞ്ഞാൽ അത് അന്ന് മുതൽ കണ്ടു തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവരെല്ലാവരും അതിലൂടെ അതിൻ്റെ സ്റ്റോറിയിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഉള്ള എല്ലാ ഘടകങ്ങളും ഉള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ അമ്മായിയമ്മ പോലെ ബാക്കി ഉള്ളതൊന്നും സോഫാർ ഇല്ല. നമ്മളൊരു 10-25ഓളം എപ്പിസോഡ്സ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ അത് ഇതിൻ്റെ കഥയുടെ ഗതി അനുസരിച്ച് ഇനിയിപ്പോൾ മഞ്ജുവിനെ എങ്ങാനും ഗിരി കല്യാണം കഴിക്കുമോ, ഇതുവരെ അങ്ങനെ ഒരു പ്ലാനേ ഇല്ല, ഇഷ്ടമേ അല്ല. അപ്പോൾ എങ്ങനെയും കഴിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഫാമിലിക്കകത്ത് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മായിയമ്മ പോരുണ്ടാവാൻ സാധ്യത ഉണ്ട്, ഇല്ല, എന്തുവേണം ആവാം. ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊന്നും അല്ല. ഇത് കുഞ്ഞു കുട്ടികളടക്കം എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ്. ഇപ്പൊ ഭയങ്കര ഫൺ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ഇത്. ഒരു സസ്പെൻസ് ഉണ്ട്, ഒരുപാട് സ്റ്റോറി രസമാണ് എന്ന് പറഞ്ഞാൽ അത് കണ്ടു തുടങ്ങിയാൽ ഒരു എപ്പിസോഡ് കഴിയുമ്പോഴും ഞങ്ങൾ ആക്ച്വലി ആദ്യത്തെ കുറേ എപ്പിസോഡ്സ് ഞങ്ങൾ കണ്ടത് വെച്ചിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് എന്തായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിൻ്റെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇതെന്താവും എന്നുള്ള കഥ അങ്ങനെ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇപ്പൊ നമ്മൾ പ്രമോയിൽ ഞാനിങ്ങനെ കണ്ടു, അതായത് മഞ്ജു ഭയങ്കര പാവമാണെങ്കിൽ പോലും ഇങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ വന്ന് മറ്റേ ഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങി വന്നിട്ട് ഗിരിയെ പേടിപ്പിക്കാൻ വരുന്നൊരു സീനൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അവിടെ ധൈര്യം സംഭരിച്ച് വന്നിട്ട് ഒറ്റയടിക്ക് ഇതെല്ലാം പോകുന്നുണ്ട്. ഡ്രീമാണ്, മഞ്ജുവിന്റെ ഡ്രീമാണ്. മഞ്ജു അങ്ങനെ ആയാൽ, ഇത്രയും ബോൾഡ് ആയിട്ട് വന്നാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് മഞ്ജു തന്നെ ചിന്തിക്കുകയാണ്. പക്ഷെ റിയാലിറ്റിയിലോട്ട് ഗിരിയെ കണ്ട് ഗിരി നോക്കുമ്പോ തന്നെ മഞ്ജു ഡെഡാണ്, പറ്റത്തില്ല മഞ്ജുവിനെ കൊണ്ട്. ഇപ്പൊ ഗിരി എന്നല്ല, ആരോടും റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരി അല്ല. ഗിരിയെ കൂടുതൽ പേടിയാണ്. ഗിരിയുടെ കാരണം ഗിരി ഗുണ്ട ആയതുകൊണ്ട് ആക്രമിക്കും എന്നാണ് മഞ്ജുവിന്റെ ഉള്ളിൽ പേടി. ഗിരി ഗുണ്ടയാണ്, അയാൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, ഉപദ്രവിക്കുമായിരിക്കും എന്നാണ് മഞ്ജു സിസ്റ്ററിന്റെ അടുത്തൊക്കെ എപ്പോഴും പറയുന്നതും. ആ ഒരു പേടി മഞ്ജുവിനുണ്ട്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മൾ നോർമലി കണ്ടുവരുന്നത് ഒരു നായകൻ ഒരു നായിക, അവരാദ്യം മറ്റേ കുറച്ചൊക്കെ ഉടക്കുന്നു, വീണ്ടും പ്രണയത്തിലാവുന്നു, അങ്ങനെയൊക്കെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്, പാവപ്പെട്ട നായിക, അങ്ങനെയാണ് ഇവിടെ തരത്തിലാണ്. രണ്ട് ഡിഫറെന്റ് ഫാമിലി, ഒരേ നാട്ടിലുള്ള രണ്ട് കുടുംബങ്ങളിലുള്ളതാണ്. അപ്പം മഞ്ജുവിനെ ഗിരിക്ക് നേരത്തെ അറിയാം, ഗിരിയെ വളരെ നന്നായിട്ട് മഞ്ജുവിനെ അറിയാം കുട്ടിക്കാലം മുതൽ. അങ്ങനെ വളർന്നതാണ്. പക്ഷെ അത് തമ്മിലുള്ള അടുപ്പമൊന്നുമില്ല. അതിന് കുറെ സ്റ്റോറി ഉണ്ട്, അതിന്റെ ഫാമിലി പരമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. അതെല്ലാം ആദ്യത്തെ ഒരു 10 എപ്പിസോഡിൽ തന്നെ ഓഡിയൻസിന് കൺവേ ആവും. അതാ പറയുന്നത്, ബിഗിനിങ്ങിലെ കണ്ടില്ലെങ്കിൽ ബ്രേക്ക് ആയി പോകും. അതെ, ഇപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോണം. സീരിയൽ ആദ്യം മുതലേ കാണാൻ എപ്പിസോഡ് പോലും വിടാതെ. ഇപ്പം നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മളൊരു സേഫ് സോണിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെയ്തു പോയ ക്യാരക്ടേഴ്സ് തന്നെ അല്ലെങ്കിൽ എപ്പോഴും ചെയ്യാം, കാരണം അതൊരു സേഫ് സോണാണ്. ഒരു മകള് മകൻ അങ്ങനത്തെ. പക്ഷെ ഇതെന്ന് പറഞ്ഞൊരു ചലഞ്ചിങ് ക്യാരക്ടറാണ് അല്ലെ, പോലീസിന്റെ ഒക്കെ ഒരു വേഷം വരും. അതപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ഈ പ്രൊജക്റ്റേ തിരഞ്ഞെടുക്കാനുള്ള കാരണം പോലീസ് ഓഫീസർ ആണ് എന്നുള്ളൊരു ഒറ്റ കാരണമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം നോക്കിയത്. കാരണം എല്ലാം സാധാരണ ആയിട്ടുള്ള, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടീച്ചറോ അല്ലെങ്കിൽ നോർമലായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന, അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കാത്ത അല്ലെങ്കിൽ അനുസരിക്കുന്ന, അങ്ങനത്തെ ഒക്കെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇതിനകത്തോട്ട് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ ഒരു യൂണിഫോം ഇട്ട് വരിക, അതും എൻ്റെ റിയൽ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആണ് മഞ്ജു. അപ്പോൾ അതെനിക്കൊരു ചാലഞ്ചിങ് തന്നെയാണ്. കാരണം പാവമായിട്ട് നിൽക്കുക, എപ്പോഴും റിയാക്ട് ചെയ്യാതിരിക്കുക, നല്ലതാണെന്ന് തോന്നിയാലും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, തെറ്റില്ലെങ്കിൽ പോലും. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർ വളരെ കുറവല്ലേ. നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ല എന്ന് പറയില്ലേ. അപ്പൊ മഞ്ജു അങ്ങനത്തെ എന്ത് വന്നാലും മിണ്ടാതിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഗിരിയെ സംബന്ധിച്ച് എനിക്ക് തോന്നി ഇപ്പം മലയാളി പെൺകുട്ടികളുടെ ഒക്കെ മനസ്സിലേക്ക് ഇടം നേടാൻ പോകുന്ന ഒരു ക്യാരക്ടറായി മാറും ഗിരി അല്ലേ. കാരണം അതെ അതെ, കുറച്ച് ഗുണ്ട, അവിടെ കുറച്ച് നന്മ, അല്ലെങ്കിൽ അതേപോലെ നല്ല ഗുണ്ടകളൊക്കെ എനിക്ക് മലയാളി പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ. അപ്പൊ തീർച്ചയായിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ഈ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു എല്ലാരും സ്വീകരിക്കും. അപ്പം ചേട്ടൻ എന്താണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്? ശരിക്കും ഗിരി ഒരു പവർഫുൾ ക്യാരക്ടറാണ്, ഒരു നല്ല ഒരു ആസ് ആൻ ആർട്ടിസ്റ്റ്. നമുക്ക് ഇപ്പോൾ മഞ്ജുവിന്റെ ക്യാരക്ടർ വെച്ച് നോക്കാം. ഇപ്പം മലയാളി സീരിയൽസിൽ ഈ പ്രൊമോയിൽ ഇതുപോലൊരു എൻട്രി ആക്ച്വലി ഞങ്ങൾ അല്ലാതെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും ഇതുപോലൊരു എൻട്രി കിട്ടിയ ഒരു നായികയില്ല. ഒരു കാറിൽ വന്ന് ഇടിച്ച് തെറിപ്പിച്ച് ഒരു ഭയങ്കര ഒരു മാസ് ഇൻട്രോ കിട്ടാനായിട്ടുള്ള ഒരു ഭാഗ്യം
സ്വാധീനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഗിരിയുടെ ക്യാരക്ടർ പോർട്രേ ചെയ്തിരിക്കുന്നത് വളരെ പവർഫുൾ ക്യാരക്ടറാണ്. അപ്പോൾ ഒരു സീരിയൽ മിക്കവാറും ഫീമെയിൽ ഡോമിനേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗിരിക്ക് ഒരു പവറുണ്ട്, അതൊരു സ്പേസ് ഉണ്ട് പെർഫോം ചെയ്യാനായിട്ടും ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്പേസ്, ആ ക്യാരക്ടർ തന്നെയാണ് ഞാൻ കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് ഞാൻ സൈൻ ചെയ്യാനായിട്ടുള്ള ബേസിക് റീസൺ. ഇപ്പം നോർമലി നമ്മൾ സീരിയൽസിൽ കാണുന്നുണ്ട്, അതായത് പെൺകുട്ടികളെ പോർട്രേ ചെയ്യുന്നൊരു വിധം വേറെയാണ്. കാരണം അവർ പാവപ്പെട്ട കരയുക അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേന് പ്രൊമോയിൽ തന്നെ കുറച്ച് ഫൈറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വേറൊരു സിനിമാറ്റിക് ലെവലിൽ തന്നെയുള്ള ഒരു സീരിയലാണ് ഇത്. കാരണം ഫൈറ്റ് കാര്യങ്ങളൊക്കെ അല്ല, ഇതിലിപ്പം ഒരിക്കലും മഞ്ജുവിന്റെ ക്യാരക്ടർ ഫൈറ്റിലോട്ട് പോവില്ല. ഞാൻ പറയാം, ഇതിപ്പം സാധാരണ രീതിയിലുള്ള ഒരു കരയുന്ന ഒരു നായിക അങ്ങനെയല്ല. ഇതിനൊരു റീസൺ ഉണ്ട്. ഇങ്ങനെ ഒരു പേടി വരാനുള്ളൊരു റീസൺ ഉണ്ട്. പേടിയാണ് മഞ്ജുവിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം സൊസൈറ്റിയിൽ നിൽക്കുമ്പം പേടിയുള്ള ഒരാളെ ബാക്കിയുള്ളവർ കാണും. ഇപ്പം ഗിരിക്ക് വരെ അറിയാം മഞ്ജുവിന് പേടിയാണ്, എന്നാൽ അവളെ എടി ഇന്നൊന്ന് വിളിക്കാം എന്ന് വിചാരിച്ച് പേർപ്പസ്ഫുള്ളി വിളിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കുറെ പേര് മഞ്ജുവിനെയും യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ മഞ്ജുവിന്റെ ഫാമിലിയിൽ പോലും അങ്ങനത്തെ ഇൻസിഡൻസ് ഇനി വരുന്നുണ്ട്. അപ്പം ഒരിക്കലും ഇത് ഫൈറ്റോ അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ ഇല്ല. ഈ പറഞ്ഞ വരെ മേ ബി ഫ്യൂച്ചറിൽ ഇപ്പൊ മഞ്ജു ഇതൊക്കെ ഓവർകം ചെയ്ത് റിയാക്ട് ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലോട്ട് വരുമായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കത് ചെയ്യണം എന്നുണ്ട്. അപ്പൊ വരുമായിരിക്കും. ഇതിപ്പോ നമ്മൾ എത്ര ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞു? എന്തായാലും മെയ് 6 മുതൽ റിലീസ് ആവുകയാണ്. ഇപ്പൊ ഒരു 2 months ആയി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓൾമോസ്റ്റ് ഒരു 25 എപ്പിസോഡ്സ് പാക്ഡ് ആയി. ഇനിയിപ്പം നാളെ മുതൽ വീണ്ടും ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ത്രൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സെറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ലൊക്കേഷൻസ് സെറ്റ് ഒക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ വരുമ്പോഴും നമുക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം പോലീസ് സ്റ്റേഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ സെറ്റ് ഇടുവാണോ ചെയ്തത്? പോലീസ് സ്റ്റേഷനൊക്കെ പോലീസ് സ്റ്റേഷൻ ചിത്രാഞ്ജലിക്ക് അകത്ത് തന്നെയാണ് സെറ്റ്. ബാക്കിയെല്ലാം ഞങ്ങളുടെ വീടായിട്ടുള്ളത് ഒരെണ്ണം കോവളം, ഒരെണ്ണം മലയൻകീഴ്, എല്ലാം ട്രിവാൻഡ്രം ബേസ് തന്നെയാണ് ലൊക്കേഷൻ. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങൾക്ക് സ്വന്തം വീട് പോലെയാണ്. ജോൺ ചേട്ടനോട് ചോദിക്കും, ചേട്ടാ നാളെ എവിടെ ഷൂട്ട്? എടി അത് എന്റെ വീട്. എന്നോട് ചോദിക്കും എവിടെ ഷൂട്ട്? അത് എന്റെ വീട് ചേട്ടാ. നമുക്ക് ശരി, മഞ്ജുവിന്റെ വീടും ഗിരിയുടെ വീടും ആയി ഡിക്ലെയർ ചെയ്തു. ഞങ്ങൾ സംസാരിക്കുമ്പോഴാണ് എടി എന്റെ വീടാ, അല്ല ചേട്ടാ എന്റെ വീട്. അങ്ങനെയായി ഞങ്ങൾ. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ, എന്റെ സ്വന്തം, അങ്ങനെയായി. അപ്പൊ അതെല്ലാവരുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ലൊക്കേഷൻസ് ആണെങ്കിലും നമുക്ക് ഇനി ഇത് തീരുന്ന വരെ ഞങ്ങളുടെ സ്വന്തം എല്ലാം. ഇപ്പം സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഡയറക്ടറിന് ഭയങ്കര വലിയൊരു റോളാണല്ലോ അല്ലേ? കാരണം നമ്മളെ നല്ല രീതിയിൽ നമ്മൾക്ക് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ആക്ടിങ് സംഭവം പുറത്തേക്ക് എടുക്കണം. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ. അപ്പം ആ ഒരു ഡയറക്ടറിന്റെ ഒരു റോള് അല്ലെങ്കിൽ സാറിനെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പോൾ സിനിമയിലെ ഒരു ഡയറക്ടറെ സംബന്ധിച്ച് അപ്പോൾ സിനിമയിൽ മാക്സിമം ഒരു 4-5 സീനായിരിക്കും ഒരു ദിവസം എടുക്കാം. പക്ഷേ സീരിയൽ ഡയറക്ടറെ സംബന്ധിച്ച് അതിനകത്ത് ഒരു വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഇത്രയും ഫുട്ടേജ് എടുക്കണം. ഒരു 40 minutes മിനിമം ഫുട്ടേജ് എടുത്താൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആകുമ്പോൾ. അപ്പോൾ അതിൽ വളരെ ക്വിക്ക് ഡിസിഷൻസ് ആണ്. ഒരു സീൻ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ച് ചെയ്ത് ഇതിന് ക്ലോസ് വേണോ, വൈഡ് വേണോ, സജഷൻ വേണോ, ഏതാണെന്നുള്ളത് പെട്ടെന്ന് പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുള്ള ഒരാളായിരിക്കും ഒരു സീരിയലിൻ്റെ ഡയറക്ടറാണ്. അതിൽ ആ കഥയുടെ കംപ്ലീറ്റ് അതിൻ്റെ കൂടെ ഈ സീൻ വൈസ് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് നോക്കണം, ഫ്രെയിം നോക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ അജയൻ ചേട്ടനാണ് നമ്മുടെ ഡയറക്ടറായിട്ടുള്ളത്. പുള്ളി അതിൽ 101% പെർഫെക്റ്റ് ആണ്. വളരെ കൃത്യമായിട്ട് ഇത്രയും ഫുട്ടേജും ആ സ്പീഡിൽ അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡിലും സേഫാണ്. ഞങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ്. ഓവർ സ്ട്രെയിൻ ഒന്നുമില്ല. കൃത്യമായിട്ട് അത്രയും സീൻസും വളരെ സോഫാർ വളരെ നന്നായിട്ട് പോകുന്നു. ഇത്രയും വലിയൊരു സീരിയലാകുമ്പോൾ ഇതിന്റെ ഒരു ബഡ്ജറ്റും വളരെ വലുതായിരിക്കുമല്ലോ. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ അരുൺ ഘോഷാണ്, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആർട്ടിസ്റ്റ് കം പ്രൊഡ്യൂസർ ആണ്. റോമൻസ് ഉൾപ്പെടെയുള്ള സിനിമകളുടെ പ്രൊഡ്യൂസറാണ്. ആഘോഷ് സിനിമാസിന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്ക് ഈ സീരിയലിനുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ചിത്രീകരിച്ചിരിക്കുന്നതെല്ലാം ഇനിഷ്യലി ഈ എപ്പിസോഡ്സൊക്കെ 10-20 എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്തൊക്കെ ശരിക്കും ഒരു മൂവി പോലെയാണ്. വളരെ കുറച്ച് സീൻസ് വളരെ ഷാർപ്പായിട്ട് ടൈം എടുത്ത് വളരെ നന്നായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ പിള്ളേരെ സംബന്ധിച്ച് പറയാറുണ്ട്, നമ്മൾ തമാശക്കാണെങ്കിലും പറയും ഒരു 5 ദിവസം 6 പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു 1-2 ദിവസങ്ങളാണ് സീരിയൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ 2-4 ദിവസമായി 5 ദിവസം, ഇപ്പൊ 7 ദിവസം സീരിയലായിട്ട്. ഇപ്പൊ നമ്മളുടെ കോൺസ്റ്റബിൾ മഞ്ജുവിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും രാത്രി 8:30ക്കാണ് സീരിയൽ വരുന്നത്. അപ്പം അതെന്താണ് അങ്ങനെ ഒരു എല്ലാ ദിവസവും നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? പ്രേക്ഷകർക്ക് ഒരു ദിവസം പോലും ഞങ്ങൾ മിസ് ചെയ്യാൻ അവസരം കൊടുക്കില്ല.
കാരണം അത് സ്റ്റോറി വൈസ് അത് ഒരു കണക്ഷൻ കിട്ടിയ ഞാൻ പറഞ്ഞില്ല, ഇത് ശരിക്കും കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ശരിക്കും അത് നന്നായിട്ട് അത് ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഞങ്ങളുടെ ഹോൾ ടീമിനുണ്ട്. സോ അത് 7 days സേഫാണ്. അത് ആളുകൾ ഇല്ലെങ്കിൽ ആവശ്യപ്പെടും എന്നുള്ളതാണ് അതിന്റെ നമുക്കൊരു വിശ്വാസം. വിശ്വാസം. ഇപ്പൊ നേരത്തെ വെച്ചാൽ നമ്മൾ ആദ്യമേ സംസാരിച്ചു സീരിയൽ എന്ന് പറയുമ്പോഴത്തേന് പണ്ട് അമ്മമാര് അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. പക്ഷെ ഇപ്പം ഒരു റീസെന്റ് ഒരു ഇടകൊണ്ട് നമ്മൾ കണ്ടുവരുന്നത് പിള്ളേരുൾപ്പെടെ കോളേജിൽ വന്നു കഴിയുമ്പോഴത്തേന് പിള്ളേരുൾപ്പെടെ വന്നിരുന്ന് കാണും. അപ്പൊ നമ്മുടെ ഓഡിയൻസിന് ടാർഗറ്റ് ചെയ്യുന്നത് ഈ കുട്ടികളെ ഉൾപ്പെടെ എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. അതെ അതെ, ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും കാണാം. ഫുൾ കണ്ണീര് അങ്ങനത്തെ സംഭവം ഒന്നും അല്ല. അപ്പൊ കുട്ടികൾ ഇരുന്നാലും ഈ യൂണിഫോമിൽ ഇരിക്കുക, അല്ലെങ്കിൽ ജീപ്പിൽ വരിക, ബൈക്കിൽ വരിക, അപ്പൊ അതൊക്കെ പിള്ളേർക്ക് കാണുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ ചേട്ടൻ ബൈക്ക് വരുന്ന എന്തിനാ, അത് കാണാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് എലമെന്റ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ. പിന്നെ ഇനി പോകും തോറും ഇതിനകത്ത് ഡെവലപ്മെന്റ്സ് ഉണ്ടാകത്തേ ഉള്ളൂ. ഇതിപ്പം ഞങ്ങളെ ക്യാരക്ടറൈസേഷൻസ് ആണ് ഈ ഒരു 25 എപ്പിസോഡിനകത്ത് വന്നിരിക്കുന്നത്. ഇനി ഇത് കഴിയുമ്പോൾ ഇത് ഡെവലപ്പ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ട് വരും. ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി നമ്മളിപ്പോൾ സിനിമയിലാണെങ്കിൽ സീരിയലാണെങ്കിൽ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമല്ലോ. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു മഞ്ജു ആവാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ മഞ്ജു ആവാൻ വേണ്ടി ഫിസിക്കലി കുറച്ച് ട്രെയിൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അല്ലാതെ വേറെ സ്പെഷ്യലി പഠിക്കാൻ, കാരണം ഇത് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ, പേടിയാണ്. അപ്പൊ പേടിയിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കണ്ട എന്നുള്ളത് കൊണ്ട് പഠിക്കാനൊന്നും പോയില്ല. പിന്നെ ബാക്കിയെല്ലാം ഈ ക്രൂ, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്രൂ ഉള്ളത് കൊണ്ട് എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു. ഗിരിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ടർ ഇങ്ങനെ ആയിരിക്കണം എന്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു? എനിക്ക് ഓൺലൈൻ തന്ന് എങ്ങനെ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഞാൻ ആദ്യം പോയി കാതുകുത്തി ഇതിനു വേണ്ടി, ഈ പ്രോജക്റ്റിന് വേണ്ടി. ഞാൻ ഇത്രയും നാളെ എനിക്ക് ശരിക്കും കാതുകുത്താൻ പേടിയായിരുന്നു. എനിക്ക് അല്ല, വൈഫ് മേൽക്കാത് കുത്തിയിട്ട് അന്ന് ഞാൻ കുത്തണമെന്ന് വിചാരിച്ച, കുത്തിയിട്ട് ഇത് പഴുത്ത് കുറേ നാള് ഈ പെയിൻ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാരണം ഞാൻ പേടിച്ചിട്ട് കുത്തായിരുന്ന. പിന്നെ ഇങ്ങനൊരു ക്യാരക്ടർ ഇത് വന്നു. ഇതിന്റെ പൂജ കഴിഞ്ഞ അന്നത്തെ ദിവസമാണ് ഞാൻ ഇത് കുത്തുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഞാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അതിൻ്റെ പൂജ കഴിഞ്ഞ് ഞാൻ നേരെ പോയി ഞാൻ ഒരു കാതും കുത്തി ഇതിന് വേണ്ടി ചെയ്ത്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ഒരു ഗെറ്റപ്പ് ചേഞ്ചും ഇതൊക്കെ ചെയ്യേണ്ടത്. ഇതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമുക്ക് ഇനി ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ത്രൂ ഔട്ട് ദ സീരിയൽ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേന് ഫാമിലിയൊക്കെ എന്ത് പറഞ്ഞു? എസ്പെഷ്യലി ധന്യചേച്ചിയൊക്കെ എന്ത് പറഞ്ഞു? അല്ല, അത് ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ. ഇത് വന്ന സമയത്ത് ആക്ച്വലി വേറെ ഒരു 2 ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോജക്ട്സിൽ ഏതാണെന്നുള്ള എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് എന്നെ സംബന്ധിച്ച് ഈ ഗിരിയാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്, ഒരു നല്ലൊരു സ്പേസ് ഉണ്ട് അതിനകത്ത്. ആ ക്യാരക്ടറിന് ഒരുപാട് പെർഫോം ചെയ്യാനായിട്ടുള്ളത് കൊണ്ടും കമ്പനി നല്ലതാണ്. അപ്പോൾ അങ്ങനെ അതങ്ങ് ഓക്കെ പറഞ്ഞു. ബാക്കി അതിനകത്ത് വേറെ ഒന്നും നമ്മൾ നോക്കിയില്ല. ഓക്കെ, ഇപ്പൊ പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആദ്യമേ പറഞ്ഞു ഗിരി വന്നിരുന്ന ഗിരിക്ക് ഉറപ്പായിട്ട് അറിയാം മഞ്ജു ഇങ്ങനെയാണ് പേടിച്ചിരിക്കുക എന്നുള്ളത്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും നമുക്ക് വേണ്ടി, അതായത് ഗിരി നന്നായിട്ട് ചൂടാവുന്നു, മഞ്ജുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടി തന്നെ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റുമോ ആ സീരിയലിലുള്ളത്? സീരിയലുള്ളത് നമ്മൾ ആക്ച്വലി നമ്മളെ ഒന്നും ഞങ്ങളുടെ മുതലാളി പറഞ്ഞേക്കുന്നത് ഒന്നും പറയാൻ പാടില്ല. അല്ല, എന്റെ അടുത്ത് ഞങ്ങളുടെ മുതലാളി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ സ്നേഹം ഒരുപാട് നിർബന്ധിക്കും, ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മുടെ സീരിയലിലെ പ്രേക്ഷകരുടെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനങ്ങൾ നിങ്ങൾ പറയരുത്. സീരിയലും കണ്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞാൽ മതി എപ്പിസോഡ് മുതൽ കണ്ടാലേ. അത് മാത്രമല്ല, ഗിരി അങ്ങനെ ഷൗട്ട് ചെയ്ത് ബഹളം വെക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. ആ സീരിയൽ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒത്തിരി ലൗഡായിട്ട് അത് ആ സിറ്റുവേഷനാണ്. പറഞ്ഞല്ലോ, നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് ബഹളം വെക്കാറില്ല. അപ്പൊ അതൊരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പറയുന്നതിന് കുറച്ച് കാര്യം ഉണ്ടാവും. അങ്ങനെയാണ്. 2 ക്യാരക്ടേഴ്സിന് ഒരു റീസൺ ഉണ്ട്. വെറുതെ ചൂടാവുന്ന മറ്റേ റൗഡി ടൈപ്പ് അല്ല ഗിരി. ഗിരി ഇങ്ങനെ ആയതിന് റീസൺ ഉണ്ട്. ഗിരിക്ക് ഈ കാക്കി ഇടുന്നവരോട് ദേഷ്യം വരാനും ഒരു റീസൺ ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു പോലീസിലോട്ട് വരാൻ അല്ലെങ്കിൽ ഇങ്ങനെ പേടി വരാനും ഒരു റീസൺ ഉണ്ട്. അതാണ് ആദ്യം കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഗിരി പറഞ്ഞു വരുന്നത് ഗിരി ഭയങ്കര പാവമാണ്. മഞ്ജുവിന്റെ കോൺസ്റ്റബിൾ മഞ്ജുവിന്റെ അഭിപ്രായം എന്താ? ഗിരി തെമ്മാടിയാണോ പാവമാണോ? മഞ്ജുവിന്റെ അഭിപ്രായത്തില് ഗിരി ഫ്രോഡാണ്, ഭയങ്കര തെമ്മാടിയാണല്ലേ. മഞ്ജുവിന് ഇഷ്ടമല്ല. കാരണം ഈ ബുള്ളറ്റിൽ വരുന്ന കാണുമ്പോഴേ വേറെ ഇപ്പൊ ഒരു 5 പേര് നിൽക്കുകയാണെങ്കിൽ 4 പേര് ഓടും. ഗിരിയേട്ടൻ വരികയാണെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ മഞ്ജുവിന് പേടിയാണ്, മഞ്ജുവിന്റെ അടുത്തേക്കായിരിക്കുമോ വരിക, ഇങ്ങോട്ട് വന്ന് ബഹളം വെക്കുവോ അല്ലെങ്കിൽ ഇടി പൊടിന്ന് വിളിക്കുവോ, സംസാരിക്കുവോ, ഇറിറ്റേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. മഞ്ജുവിന്റെ സിസ്റ്റർ ഉണ്ട്. സിസ്റ്ററിന് ഭയങ്കര ഫാനാണ് ഗിരി.
ആ അപ്പം സിസ്റ്റർ എപ്പോഴും പറയാ ഗിരിയേട്ടന്റെ കൂടെ ചേച്ചിക്ക് എന്താ ബൈക്കിൽ കയറി പോയാ, ഗിരിയേട്ടൻ സംസാരിച്ചാൽ എന്താ സംസാരിക്കാത്തതെന്നാണ് സിസ്റ്റർ എപ്പോഴും ചോദിക്കുക. അപ്പൊ അവളെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന അങ്ങനെയല്ല, അയാള് ഗുണ്ടയാണ്, നമ്മളെ ഉപദ്രവിക്കും എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ എന്റെ മഞ്ജുവിന്റെ ഒപ്പീനിയനിൽ ഗിരി മോശമാണ്, ഫ്രോഡാണ്. ഇതെനിക്ക് ഇതൊരു സമയം കഴിഞ്ഞ ഭയങ്കര റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ് എനിക്ക് ഇപ്പൊ തന്നെ കിട്ടുന്നുണ്ട്. അതെ, ഇതൊരു വലിയ റൊമാൻറ്റിക് ലവ് സ്റ്റോറി തന്നെയാണ്. ചാനലും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ കേൾക്കട്ടെ. സത്യമായിട്ട്, കാരണം നമ്മൾ ഈ സീരിയലൊക്കെ ഓരോ സമയത്ത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ക്രഷ് അടിക്കുന്ന അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആരാധനയോട് കൊണ്ടു നടക്കുന്ന കപ്പിൾസ് കാണുമല്ലോ പല സീരിയലുകളിലും. എനിക്ക് തോന്നുന്നു അടുത്ത റീസെന്റ് ആയിട്ട് മലയാളി പ്രേക്ഷകരുടെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ടീനേജേഴ്സിന്റെ ഒക്കെ ഉള്ളിൽ മറ്റേ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് ഗിരി ആൻഡ് മഞ്ജു ആയിരിക്കും അല്ലേ? അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു അല്ലേ? വരട്ടെ. ഇവരൊന്നും വിട്ടു പറയുന്നില്ല, എല്ലാം മറ്റേ അന്ന് സീരിയൽ തൊട്ട് ഞങ്ങൾക്ക് അവിടെ നിന്നൊക്കെ കണ്ണുരുട്ടുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ ലൊക്കേഷനിലൊക്കെ എങ്ങനെയാണ്? കാരണം ഞാൻ ഇങ്ങനെ അറിയാറുണ്ട് നിങ്ങൾ സീരിയലിന്റെ സെറ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്, നിങ്ങളുടെ ഫാമിലി പോലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ എന്നല്ല, കംപ്ലീറ്റ്ലി ആ 15 days ഞങ്ങൾ മറ്റേ സ്കൂളിൽ പോകുന്ന ഒരു പോലെയാണ്. രാവിലെ എഴുന്നേക്കുക പോവുക, പിന്നെ ഇൻ ബിറ്റ്വീൻ ഷൂട്ട്സിന്റെ ഇടയ്ക്കൊന്നും നമുക്ക് അതിനൊന്നുള്ള ടൈം കിട്ടില്ല, ഭയങ്കര ബിസി ആയിരിക്കും. പറഞ്ഞല്ലോ 14-13 മിനിമം 10+ സീൻസ് ഒരു ദിവസം എടുക്കാനുണ്ടാവും. അപ്പൊ എനിക്കിപ്പം കോസ്റ്റ്യൂം ചേഞ്ച് വളരെ കുറവാണ് യൂണിഫോമിലായതുകൊണ്ട്. അല്ലെങ്കിൽ ഡെയിലി ചിലപ്പം 8-7 കോസ്റ്റ്യൂംസ് ഒക്കെ ചേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് അതിനൊന്നും ഉള്ള ടൈം കിട്ടില്ല. കിട്ടുന്ന സമയം ഞങ്ങൾ എല്ലാവരും കൂടെ മാക്സിമം അടിച്ചു പൊളിക്കാറുണ്ട്. കാരണം അങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് ഫ്രീ ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മൊത്തം വർക്ക് ആയിപ്പോ ഇത്രയും ആൾക്കാരും വർക്ക് മാത്രമാകുമ്പോൾ നമുക്ക് അതൊരു ഫ്രസ്ട്രേഷനാവും. അപ്പം ഡയറക്ടർ അടക്കം എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം കോൺസ്റ്റബിൾ മഞ്ജു നമ്മളുടെ മുമ്പിലുണ്ട്. ഞാൻ കുറച്ച് ടാസ്ക് തരാൻ പോവാണ് മഞ്ജുവിനെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. കോൺസ്റ്റബിൾ മഞ്ജുവിന് എത്രത്തോളം വിവരമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നോളജ് ഉണ്ടെന്ന് ഞാൻ നാളെ നോക്കട്ടെ. ഞാൻ പോട്ടെ. ഇല്ല, ഇപ്പൊ ഗീഡ് നോക്കിക്കോണേ. എല്ലാം ഞാൻ പാസ് ചെയ്യും. പാസ് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റബിൾ ആയിട്ട് ചാർജ് എടുക്കണമെങ്കിൽ ഇതെല്ലാം നിയമങ്ങളൊക്കെ അറിയണം. എനിക്ക് തോന്നി ഇതുവരെ പണി കിട്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, IPC സെക്ഷൻ 379 ഏത് സെക്ഷനാണ്? എന്ത് പരിധിയിൽ പെടുന്നതാണ്? എത്ര? IPC സെക്ഷൻ 379 379. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളുടെ ഡെയിലി നമ്മളിന്ന് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വണ്ടി ഓടിക്കുന്നതിന്റെ അല്ല, എല്ലാത്തിനും ക്ലൂ വേണം എനിക്ക്. കുറച്ച് ഞാൻ ഇതുമായിട്ട് ഒരു റിലേഷൻ കുറച്ച് കള്ളക്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിടിച്ചു പറിക്കുന്നു, അതിന്റെ വേറെ വേറെ മോഷണം. ആ കുറച്ചുകൂടെ വരട്ടെ. ഏകദേശം അതുമായിട്ട് മോഷണല്ലേ? ഓക്കെ, തെഫ്റ്റ് കറക്റ്റ് ആണ്. മോഷണം, പോക്കറ്ററി എല്ലാം വരും. അപ്പം പോയിന്റ് കൊടുക്കണോ? നിങ്ങൾ പറ. എല്ലാത്തിനും ഇങ്ങനെ ക്ലൂ തന്ന പോയിന്റ് അതൊന്നും പറഞ്ഞില്ല. കോൺസ്റ്റബിൾ പരീക്ഷ ക്ലൂ ഒന്നും ഇല്ല. ഓക്കെ, അടുത്ത പറയട്ടെ. എന്നാ ഞാൻ ഇപ്രാവശ്യം തിരിച്ചു ചോദിക്കാം, സംഭവം പറയാം. അപ്പൊ അതിന്റെ സെക്ഷൻ ഏതാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇഷ്ടംപോലെ സെക്ഷൻ കാണുവേ. ചീറ്റി ഞാൻ ഇടട്ടെ സെക്ഷൻ? സെക്ഷൻ ഞാൻ ഇപ്പൊ ഉണ്ടാക്കാൻ ഇപ്പൊ ചെയ്യാം. എനിക്കൊരു കോൾ ചെയ്യാൻ പറ്റുമോ? കോളൊന്നും ഇല്ല. ഫോൺ ഫ്രണ്ട് ആണോ? എന്നാ ഇപ്പൊ ആരെ കോൾ ചെയ്യും ഫോൺ ഫ്രണ്ടിലാണെങ്കിൽ? വല്ല കാര്യമുണ്ട്, പറയൂ. ഞാൻ പറയത്തില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല. ഇല്ല, പറയത്തില്ല. ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. മഞ്ജുവിന് ആരെ വിശ്വാസം? മഞ്ജുവിന് ക്യാരക്ടർ വൈസ് ആണെങ്കിൽ അച്ഛനെയാണ് ഏറ്റവും വിശ്വാസം. അച്ഛൻ. ഞാൻ പറയില്ല. നമുക്ക് തന്നിച്ച് വിളിച്ചു ചോദിച്ചാലോ? സെക്ഷൻ 420 ഇത് എവിടുന്ന് കിട്ടി? അതെങ്ങനെ അറിയാം? ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് എന്നും കുറച്ച് സെക്ഷൻസ് ഒക്കെ അറിയാം. ആണോ? ഓ, അത് കൊള്ളാലോ. നമ്മൾ ഞാൻ ഈ സീരിയലിന് ഒരു പഠിച്ച. ഓ, ജോൺ പകരം ഗിരി പറയുന്നത് അത് പറ്റില്ല. അല്ല, ജോൺ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ഉത്തരമാണ് കേട്ടോ. നമ്മളൊരു ക്ലാപ്പ് കൊടുക്കാം. 420 ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ജോൺ ചേട്ടൻ വേറെ ലെവലാണ്, എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ട് വന്നേക്കുവാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്ഷൻ 302 അത് എപ്പോഴും കേൾക്കുന്ന സെക്ഷനാണ്. നമ്മള് സിനിമകൾ ജോൺ ചേട്ടാ, ഇത് ശരിയല്ല. ഇത് പണിഷ്മെന്റ് കൊടുക്കണം. ഗിരി എന്തിനാണ് മഞ്ജുവിനെ സഹായിക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഉടക്കല്ലേ? എന്തിനാണ് സഹായിക്കുന്നത്? ഇത് വെറുതെ റൊമാൻസിലേക്ക് പോകുന്നത്. ഇവര് നമ്മളെ പറ്റിക്കാണ്. മറ്റേ ഇങ്ങനെ ഉടക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അതിന്റെ അകത്ത് ഭയങ്കര കള്ളത്തിലൊക്കെ കാണിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ തന്നെ ആയിരിക്കും സീരിയലും അല്ലേ? ഞങ്ങൾക്ക് മനസ്സിലായി. ശരിയല്ലേ? പറ്റത്തില്ല, പഠിച്ചിട്ട് വന്നേക്കാണ് ജോൺ ചേട്ടൻ. അത് പ്ലാൻഡ് ആണ്, ഞാൻ പ്ലാൻഡ് അല്ല. ഇത് ഇവിടെ നല്ല ചോർത്തി കൊടുത്തു. എനിക്കറിയാം. ശരിയാണ്, 302
പണിഷ്മെന്റ് ഫോർ ഇത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ വരുമ്പോ എന്ത് ചാനലിലുള്ളവര് ഇങ്ങനെ ചോദിക്കുന്നു. ഇല്ല, ഇതൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആണ്. ഞാനിപ്പോ ഇറങ്ങിപ്പോവും പ്രതിഷേധിച്ചിട്ട്. എന്നാ അടുത്ത ക്വസ്റ്റ്യനെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പോലീസ് സർവീസിന്റെ മോട്ടോ എന്താണ്? പറയാം. ഇപ്പൊ ഓട്ടം വെച്ചു കൊടുത്താലോ എന്നാണ് മോട്ടോ അല്ലേ? കോൺസ്റ്റബിൾ മഞ്ജു 25 days ഇത് ആൾക്കാർ കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്, കാണാതിരിക്കാൻ വേണ്ടിട്ടല്ല. അല്ല പറ, ഇത് എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്. എനിക്കറിയത്തില്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ലൂതാ. അയ്യോ, ഇതിന്റെ ക്ലൂ എങ്ങനെ കൊടുക്കും? നമ്മൾ ഇങ്ങനെ ഒരു എന്താ ക്ലൂ കൊടുക്കുന്ന ഗിരി, എന്ത് ക്ലൂ കൊടുക്കണ്ടേ? അതൊരു നമ്മളെപ്പോഴും അത് കേൾക്കുന്ന ഒരു മോട്ടോയാണ്. അറിയായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. സത്യം, ധർമ്മം, സംഭവം, സത്യമേവ ഇതൊക്കെ തന്നെ. സത്യമേവ ജയതേ. കണ്ടോ, വീണ്ടും കൊണ്ടുപോയി. ആണോ? സത്യമേവ ജയതേ. പറ്റില്ല, എലിജിബിൾ അല്ല. അടുത്ത് ഞാൻ പറയട്ടെ, സസ്പെൻഡ് ചെയ്യണം. കോൺസ്റ്റബിൾ പോസ്റ്റ് സസ്പെൻഡ് ചെയ്യണം. അപ്പൊ ഇതിപ്പോ നമ്മൾക്ക് നിങ്ങളുടെ ഈ 2 ക്യാരക്ടേഴ്സ് അല്ലാതെ ബാക്കി ആരൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കോൺസ്റ്റബിൾ മഞ്ജുവിനകത്ത് വരുന്നത്? ഇതിനകത്ത് ശാലിനി. ഓ, ശാലിനി ശാലിനി എന്റെ കൂട്ടുകാരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കൂട്ടുകാരിയല്ല, കാമുകി. വൺ സൈഡ് ലവ്. എനിക്ക് അങ്ങോട്ടല്ല, മനസ്സിലായി. ഒരു ഗിരിയെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ശാലിനിയുണ്ട്. അതാരാണ് ചെയ്യുന്നത്? അത് ശ്രുതിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോ ശാലിനി ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. സന്തോഷ് കീഴാറ്റൂർ, സന്തോഷ് ചേട്ടനൊരു മെയിൻ ക്യാരക്ടർ. അതുപോലെ തന്നെ കുട്ടിക്കൽ ജയചന്ദ്രൻ, ജയന് നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ നമ്മുടെ കോട്ടയം രശീദിക്ക, നമ്മുടെ പ്രൊഡ്യൂസർ, നമ്മുടെ മുതലാളി അരുൺ ഘോഷ് ചേട്ടനൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാരും വളരെ ഗംഭീരമായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്റെ അമ്മയായിട്ട് അഞ്ജു ചേച്ചിയാണ്. ഇപ്പൊ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മള് സീരിയലിലൊക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. അതൊക്കെ ശരിയാണോ? നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ്ലി നമ്മൾ തന്നെ എടുക്കണം. അപ്പൊ നിങ്ങൾ ഇനി ഒരു ഇത്രയും എപ്പിസോഡ് ഉള്ളപ്പോ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു രക്ഷപ്പെട്ടു. കാരണം യൂണിഫോം മതി. ഫുള്ളി യൂണിഫോം അല്ല ഇതിപ്പം ടൈറ്റിൽ അങ്ങനെയാണെന്ന് വെച്ച് ത്രൂ ഔട്ട് ഒരു പോലീസ് സ്റ്റോറി അല്ല ഇത്. അത് ചിലപ്പോൾ ആൾക്കാർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അങ്ങനെയല്ല, വീട്ടിൽ ഒരുപാട് സീക്വൻസ് ഉണ്ട്, പുറത്തുണ്ട്. ഇപ്പം യൂണിഫോമിൽ അല്ലാതെയും പോലീസുകാർക്ക് റോൾസ് ഉണ്ടല്ലോ പല ഏരിയാസിലും. അങ്ങനെ ഒത്തിരി ഇത് വരുന്നുണ്ട്. എല്ലാ കോസ്റ്റ്യൂംസും നമ്മുടെ സ്വന്തം. എനിക്ക് എപ്പോഴും ഉള്ള ഡൗട്ടാണ്, നിങ്ങൾ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എന്താണ് പിന്നെ ചെയ്യുന്നത്? കാരണം 360 സീരിയലുണ്ട്, 360 കോസ്റ്റ്യൂം ഉണ്ട്, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഈ സീരിയലിൽ ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു 1-2 സ്കെഡ്യൂളിൽ യൂസ് ചെയ്യുന്നത് ഒരു 2-3 സ്കെഡ്യൂൾ കഴിഞ്ഞ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഒരു 2-3 സ്കെഡ്യൂൾ ഗ്യാപ്പ് വെച്ച് റിപ്പീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേ പാറ്റേൺ ആയിരിക്കില്ലല്ലോ നമ്മൾ അടുത്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ചേട്ടനും അങ്ങനെ തന്നെയാണോ നോർമലി ചെയ്യുന്നത്? അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇഷ്ടംപോലെ കോസ്റ്റ്യൂംസ് ഒരു പ്രോജക്റ്റ് ഒക്കെ കഴിയുമ്പോൾ ഇഷ്ടംപോലെ കോസ്റ്റ്യൂംസ് ഉണ്ടാവും. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റിലേറ്റീവ് കസിൻസിനും ബാക്കി ഫ്രണ്ട്സും ഒക്കെ കുറെ കൊടുക്കും. കാരണം ഇതെല്ലാം വൺ ടൈം അല്ലേ ഞങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. എല്ലാം 1 ടൈം ഓർ ട്വൈസ് അത്രേ ഉള്ളൂ. അപ്പൊ ഭയങ്കര ആക്ടിങ് ഭയങ്കര പാഷനായിട്ട് സീരിയലിലേക്ക് വന്ന ഒരാളാണോ സ്വാതി? എന്റേത് പാഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതുപോലെ ടിവിയിലൊക്കെ ഒന്ന് വന്ന് കാണണം എന്ന് ചെറുതിലെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തോട്ട് വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഒരു റിയാലിറ്റി ഷോ വഴിയാണ് വരുന്നത്. അത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയും കൂടെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത് ഒരു റിയാലിറ്റി ഷോ വഴി വരുമായിരുന്നു. അതിൽ ഞാൻ വിന്നറും അല്ല ആക്ച്വലി. അത് പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് കഴിഞ്ഞ ഒരു ഷോ ആണ്. ഷോ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഫസ്റ്റ് പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുമായിരുന്നു. പിന്നെ ഇതുവരെ ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. ഈ സിനിമയിലേക്ക് ഒന്നും പോകണമെന്ന് അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല? അത് ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഒരു എയിം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാൻ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യണമായിരുന്നു. സിനിമ നമ്മൾ ചുമ്മാതിരുന്ന കിട്ടില്ല. നമ്മൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് നമ്മളെ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയം ഉണ്ടാവണം. പരിചയം ഇല്ലെങ്കിൽ നമ്മൾ പരിചയം ഉണ്ടാക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഇപ്പം ഇതിനകത്ത് ഞാൻ രജിസ്റ്റർ ആയി പോയില്ലേ, 6-7 ഇയേഴ്സ്. എനിക്ക് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ടു വെരി ഓണസ്റ്റ്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതർ ലാംഗ്വേജിൽ നിന്നൊക്കെ കുറച്ച് മൂവീസിലൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. മലയാളത്തിൽ നിന്ന് വളരെ കുറച്ച് ഓഫേഴ്സേ വന്നിട്ടുള്ളൂ. അതെനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു എൻട്രി എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ വരികയാണെങ്കിൽ ചെയ്യുന്നുള്ളൂ. ഈ നോർമലി നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് സീരിയലൊക്കെ അഭിനയിക്കുന്നവർക്ക് സിനിമയിലേക്ക് ഒരു എൻട്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എത്രത്തോളം സത്യമുണ്ടോ? ആക്ച്വലി പണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ അങ്ങ് കാറ്റഗറൈസ് ചെയ്യും, സീരിയലിൽ നിന്ന് വന്നതല്ലേ എന്നുള്ളൊരു
ഒരു തോട്ട് അവർക്ക് ഉണ്ടാവും. അത് ശരിക്കും എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ചില സമയത്ത് ഓർക്കുമ്പോൾ നമുക്ക് വിഷമം വരും. ഇപ്പം ഇതിനു വേണ്ടി നടക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സീരിയലിൽ വന്നിരിക്കുന്ന പോലും അവർക്ക് സിനിമയിൽ ഒന്ന് മുഖം കാണിക്കണം ഒരുപാട്, എനിക്ക് പേഴ്സണലി അറിയുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു ഇത് ചിലവരുടെ ഈ ഒരു പറച്ചിൽ നമുക്കത് ഭയങ്കര ഹേർട്ട് ആവാറുണ്ട് പല സമയത്തും. ജോൺ ചേട്ടൻ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. ഞാനത് ചോദിക്കാതിരിക്കുന്നത്, കാരണം ജോൺ ചേട്ടൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്, സീരിയലും ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടോ നമ്മൾ സീരിയലിലേക്ക്? ഞാൻ ബേസിക്കലി എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഡാൻസിലൂടെയാണ് ലൈംലൈറ്റിൽ വന്നത്, റിയാലിറ്റി ഷോയിലൂടെ വന്നു. അതിനു മുമ്പ് ഞാൻ കൊറിയോഗ്രാഫി ആയിരുന്നു. സീരിയലിന്റെ ഒരു കൊറിയോഗ്രാഫിയിലൂടെയാണ് ഫസ്റ്റ് ഞാൻ സീരിയൽ ചെയ്യുന്നത്. സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന സീരിയലിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ വന്ന് ഒരു ഭീഷ്മറായിട്ടൊരു ക്യാരക്ടർ ചെയ്തു പോയി. ഞാനൊരു റിയാലിറ്റി ഷോ വന്ന സൂപ്പർ ഡാൻസർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ എലിമിനേറ്റ് ആയപ്പോൾ അത് കണ്ടിട്ടാണ് എന്നെ റോബിൻ തിരുമല സാർ വിളിച്ചിട്ട് ഫസ്റ്റ് ചെമ്പട എന്ന് പറയുന്ന ബാലയൊക്കെ ഉള്ള സിനിമയിൽ ചെയ്യുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അടുത്ത പടത്തിലേക്ക് വിളിച്ച് ജയകോർ. അതിലെ സോങ് കണ്ടിട്ടാണ് ടൂർണമെൻറ്റ് ചെയ്യുന്നത്. ഇത് കണക്റ്റഡ് ആണ്. അതിൽ ഞാനങ്ങനെ അതിനുവേണ്ടി അങ്ങനെ ശ്രമിച്ച് നടന്ന ഒരാളല്ല. എപ്പോഴും ഞാൻ പാരലി ഞാൻ അല്ലാതെ വേറെ എന്ത് ബിസിനസ്സും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ആക്ടിങ് ഒരു പാഷനായിട്ട് കൊണ്ട് നടന്നിരുന്നതാണ്. ആക്ടിങ് ഉണ്ട്, ഡാൻസും ഉണ്ട്. ഇത് രണ്ടും എൻ്റെ കൂടെ ഞാൻ പോലും അറിയാതെ എൻ്റെ കൂടെ വന്നതാണ്. പിന്നെ ഈ സീരിയൽ ചെയ്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫ്രണ്ടിൽ വരുന്ന ഏതാണ് ബെറ്റർ, സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ഏതാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അത് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ രണ്ട് ഫേസും എനിക്ക് കാണാൻ പറ്റി. രണ്ട് ഇൻഡസ്ട്രിയും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇത് കഴിഞ്ഞ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന ഒരു സാധനമില്ല. എനിക്ക് കംഫർട്ടബിളാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. എനിക്ക് വീട്ടിൽ പോയാൽ എല്ലാ ദിവസവും വർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ വരാം. ഒരു 15 ദിവസം വർക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള 15 ഡേയ്സ് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങൾ നോക്കാൻ പറ്റും. പിന്നെ ഈ സീരിയൽ ചെയ്യുന്ന ആളുകൾക്ക് ബേസിക്കലി 2-3 പ്രോബ്ലംസ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമയുടെ ഡേറ്റിന് വേണ്ടി എനിക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റൂല. ഇനിയിപ്പം കാരണം അടുത്ത പ്രോജക്റ്റിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇതൊക്കെ ഒരു പ്രോജക്റ്റ് മൂവി ആണെങ്കിൽ എന്നെ കൂടെ അതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ അടുത്ത മാസം 20 മുതൽ 30 വരെ എറണാകുളം വരണം. അത് പറ്റൂല, എനിക്ക് ഷൂട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ എൻ്റെ എന്നല്ല, ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ മിനി സ്ക്രീനിലുള്ള ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഒരു ഫസ്റ്റ് ഞാൻ കാണുന്ന ഒരു ഘടകം. അപ്പോൾ അതൊരു ഫാക്ടറാണ്. ഇപ്പം പല ആർട്ടിസ്റ്റുകളും ഇപ്പം സീരിയലിൽ നിന്ന് മാറി നിന്ന് ഒരു ഗ്യാപ്പ് എടുത്ത് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ള പല ആർട്ടിസ്റ്റുകളും നമ്മൾ ബിഗ് സ്ക്രീനിൽ കണ്ടു. ഇപ്പം പല സീരിയലിലും കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതവർ ഗ്യാപ്പ് എടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ ടൈം ഡേറ്റ്സ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ സീരിയലിൽ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇപ്പം അതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി പോകുമെന്നുള്ള ഒരു ധാരണ മൂവീസിൽ ഉണ്ടാവും. അപ്പം അതാണ് അതിനകത്തുള്ള ഒരു കാറ്റഗറൈസേഷൻ. അതായത് നമ്മൾ സീരിയലിൽ ചെയ്യുന്ന ആളുകൾ വിത്തൗട്ട് എനി കോസ്റ്റ് എന്ന് വേണേൽ നമുക്ക് പറയാം. ഫ്രീ ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ടി വിയിൽ അവരൊരു റിമോട്ടിൽ നമ്മളത് എത്തുകയാണ്. എന്നാൽ ഒരു സിനിമയാണെങ്കിൽ അവർ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ പോയി അവരെ കാണുന്നതാണ്. ഇതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ ഇത്രയും ഇതായി, ഈ OTT പ്ലാറ്റ്ഫോമും ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി വലിയ ഡിഫറൻസ് അതിനകത്തില്ല. ഇപ്പം ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷനായിട്ട് വെബ് സീരീസ് പറഞ്ഞിട്ട് ഒരുപാട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൽ അങ്ങനെ എനിക്ക് വലിയൊരു ഇതൊന്നുമില്ല. പെർഫോമൻസും പിന്നെ എല്ലാത്തിലും ഒരു ലക്ക് ഒരു ഘടകമാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് അതിനകത്ത് ലക്ക് ഒരു ഫാക്ടറാണ്. കാരണം ട്രൈ ചെയ്ത് ഇഷ്ടം പോലെ ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത് ജോലി ഉപേക്ഷിച്ച് ട്രൈ ചെയ്ത് വർഷങ്ങളായിട്ട് എനിക്കൊന്നൊരു കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് ഒരു ബ്രേക്ക് കിട്ടാത്ത ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം. ജോലി ഉപേക്ഷിച്ച് അതിൽ സേവിങ്സ് ഉണ്ടാക്കി ജോലി ഉപേക്ഷിച്ച് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഓഡിഷൻസ് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്, എറണാകുളത്ത് സെറ്റിൽഡാണ്, ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ വിസിബിളായിട്ടുള്ള ഒരു ബ്രേക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ലക്ക് സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും എന്തിലാണെങ്കിലും അതിനകത്തൊരു ഫാക്ടറാണ് ഇല്ലേ. സെയിം മൂവീസിലും എല്ലാം വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ അതിനകത്തൊരു ഫാക്ടറാണ്. കറക്റ്റ് നമ്മുടെ റൈറ്റ് ടൈമിൽ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. നമ്മൾ എവിടെ പോയിരുന്നാലും നമുക്ക് തലയിൽ വരെയുണ്ടോ നമ്മളവിടെ എത്തിയിരിക്കും. ഇപ്പം അതർ ലാംഗ്വേജിലും ചെയ്യുന്നൊരു നടിയാണ്. അപ്പം ഇവിടെയും അവിടെ നിന്നുള്ളൊരു മെയിൻ ഡിഫറൻസ് എന്താണ്? കാരണം മലയാളത്തിലും തെലുങ്കിലാണെന്ന് തോന്നുന്നല്ലേ വേറെ ചെയ്യുന്നത്. അപ്പം രണ്ടും തമ്മിലുള്ളൊരു മെയിൻ വ്യത്യാസം ഉണ്ടോ? അതോ ഏകദേശം ലാംഗ്വേജിന്റെ ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ കൾച്ചറൽ ഡിഫറൻസ് നന്നായിട്ടുണ്ടല്ലോ. നല്ല കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തെ ഒരു 2 months ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ അത് യൂസ്ഡ്. അല്ലാതെ വേറെ ഇൻഡസ്ട്രി വൈസ് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ എങ്ങനെയാണോ
ഇപ്പം ഡയറക്ടർ, ചാനൽ, പ്രൊഡ്യൂസർ അതുപോലെ തന്നെയാണ് അവിടെ. അവർ ഇന്റർഫിയർ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു കൺക്ലൂഷനിൽ എത്തുക. അതുപോലെ തന്നെയാണ്. വേറെ ഈ വലിയ ഡയലോഗ് ഒക്കെ അപ്പൊ എങ്ങനെ പറഞ്ഞു പഠിക്കും? എവിടെ? അവിടെ അവിടെ എനിക്ക് പ്രോംപ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ ഒരു തമിഴ് ഒരാളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 3 months കഴിഞ്ഞപ്പോൾ പുള്ളിയെ കട്ട് ചെയ്തു. പിന്നെ തനിയെ പഠിച്ചു. ഇപ്പൊ നമ്മുടെ മഞ്ജുവിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് സന്തോഷേട്ടനാണ്. സന്തോഷേട്ടന്റെ കാര്യം നമുക്കറിയാം, സിനിമയിലുണ്ട്, തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിനോടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്കൊരു ഫാദർലി ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ. ഇപ്പം നമ്മൾ വളരെ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അതിനകത്ത് തന്നെ കണക്ട് ആവുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. എനിക്ക് ഇതിന് മുമ്പ് ഈ ഒരു ഫാദർലി ഫീല് സീരിയലിൽ കിട്ടിയത് മുകുന്ദൻ അങ്കിൾ ആയിട്ടാണ് ഭ്രമണം ചെയ്യുമ്പോൾ. അത് ഞങ്ങൾ പെട്ടെന്ന് കണക്ട് ആയതാണ്. അങ്ങനത്തെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും സന്തോഷേട്ടനും ഞാനും, മഞ്ജുവും അച്ഛനും തമ്മിലുള്ള ഒരു ബോണ്ടിങ് നല്ല ബോണ്ടിങ് ആണ്. അത് പേഴ്സണലി ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. എനിക്കൊന്ന് ഈ സീനിൽ ഏറ്റവും കൂടുതൽ ഒരു സിങ്ക് വരേണ്ടത്, ബോണ്ടിങ് വരേണ്ടത് ഗിരിയും മഞ്ജുവും തമ്മിലാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു ഈ പോസ്റ്റ് തന്നെ ഉണ്ടെന്നാണ്. ഇത് ഇവരൊന്നും മനഃപൂർവ്വം ഒന്നും ഇവർ വിട്ടു പറയത്തില്ല, കൊലപാതകം പോലെയാണ്. ഓക്കെ, ഇനി എന്തായാലും May 6 മുതൽ ഞാനും ഇരുന്ന് കാണാം. ഇപ്പൊ നമ്മളുടെ പ്രേക്ഷകരോട് ഗിരിക്കും മഞ്ജുവിന് എന്താണ് പറയാനുള്ളത്? May 6 തൊട്ട് നമ്മുടെ ഒരു പുതിയൊരു പ്രോജക്റ്റ്, ഞങ്ങളുടെ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇട്ട് ഒരു നല്ലൊരു പ്രോജക്റ്റ്. ഞങ്ങൾ ഈ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നത് തന്നെ ശരിക്കും അത് മസ്റ്റായിട്ട് കാണണം. അത് അത്രയും നല്ലൊരു സ്റ്റോറി ലൈനാണ്. വളരെ നന്നായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ എല്ലാ ദിവസവും മൺഡേ ടു സൺഡേ 8:30 May 6 തൊട്ട്. ഒരുപാട് എക്സ്പെക്ടേഷൻസോട് കൂടി ചെയ്യുന്നതാണ്. ഇപ്പം എല്ലാവരും ചാനൽ തൊട്ട് ഞങ്ങളെല്ലാവരും, പ്രൊഡക്ഷൻ ബോയ് അടക്കം ഞങ്ങളുടെ കംപ്ലീറ്റ് ക്രൂവിന് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഹാർഡ് വർക്കാണ്. അത് ആൾക്കാർ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പം തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ എല്ലാ ദിവസവും രാത്രി 8:30 May 6 സ്റ്റാർട്ടിങ്. മറക്കാതെ കാണുക. അപ്പം നമ്മുടെ സ്വന്തം സൂര്യ ടിവിയില്. അപ്പോ അതെ, വേറെ ചാനൽ വെച്ചിട്ട് കാര്യമില്ല, സൂര്യ തന്നെ കാണണം. അപ്പോ അമ്മമാരും അച്ഛന്മാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ശ്രദ്ധിച്ചോ. May 6 മുതൽ രാത്രി 8:30 എല്ലാവരും മറക്കാതെ സൂര്യ TV തന്നെ കാണുക. നമ്മളുടെ കോൺസ്റ്റബിൾ മഞ്ജു അന്ന് മുതൽ ജോയിൻ ചെയ്യുകയാണ് സൂര്യ TVയില്. അപ്പൊ നമുക്കെല്ലാം വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ May 6 മുതൽ നമ്മളെല്ലാവരും കാണുന്നതായിരിക്കും. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ ക്രൂ. ഓക്കെ, ബൈ. താങ്ക് യു.